അയാളാണ് മോഷണം നടത്തിയ ആ കാർ ഇപ്പോഴും ഇവിടെയുണ്ട്. പക്ഷേ ആ സ്കൂട്ടറുമായ അയാൾ ഇവിടെ നിന്ന് കടന്നു പോയിരിക്കുന്നു. ഈ കാറ് തന്നെയാണ് നേരത്തെയും ഈ കവർച്ചാ സംഘം ഈ കവർച്ച മോഷണം നടത്തിയ വ്യക്തി ഇവിടെ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത്. ആ ദൃശ്യങ്ങൾ നമുക്ക് വീണ്ടും കാണിക്കാൻ തോന്നുന്നു. പക്ഷെ വളരെ യാതൊരുവിധ ആശങ്കയുമില്ലാതെ വളരെ സംശയമില്ലാതെ അയാൾ പതുക്കെ ആ സ്കൂട്ടർ വളരെ നേരത്തെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച എന്ന് നമുക്ക് വ്യക്തമാക്കുന്ന രീതിയിൽ വളരെ ഈ ബാങ്കിലേക്ക് 2:13 ജെയ്സൺ എൻ്റർ ചെയ്യുന്നത്. CCTV സമയമനുസരിച്ച് 2:13 അയാൾ അകത്തേക്ക് കയറുന്നത്. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് ഒരു സ്കൂട്ടർ കൊണ്ടുവന്ന് നിർത്തിവെച്ചതിന് ശേഷം ഇതാണ് ആ മോഷ്ടാവ് ഹെൽമറ്റ് ഊരാതെ തന്നെ ബാങ്കിലേക്ക് സുപരിചിതമായി ഒരു ഉപഭോക്താവ് കടക്കുന്നത് പോലെ തന്നെ ആ സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആർക്കും ഒരു സംശയത്തിനും ഇട കൊടുക്കാത്ത രീതിയിൽ വളരെ നല്ല വസ്ത്രധാരണമൊക്കെയാണ്. അങ്ങനെ അയാൾ അകത്തേക്ക് കയറി പോവുകയാണ്. ആ കയറി പോകുന്ന ദൃശ്യങ്ങളാണ്. ആ സ്കൂട്ടറിൽ വന്ന് നിൽക്കുന്നു. ഒരു സാധാരണ സ്കൂട്ടറാണ്. ആ സ്കൂട്ടറിൽ വന്നതിന് ശേഷം മോഷ്ടാവ് അകത്തേക്ക് കടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ജെയ്സൺ 2:13 ഈ മോഷ്ടാവ് അകത്തേക്ക് കടക്കുന്നത്. അരമണിക്കൂറോളം സമയം അപ്പോൾ അയാൾ ബാങ്കിൽ ഉണ്ടായിരുന്നു. എത്ര സമയമെടുത്തു ഇയാൾക്ക് ഈ പണം അടക്കം കൈക്കലാക്കാനും? അയാളൊരു ബാക്ക് പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിലേക്ക് ഈ പണം നിറച്ച് അങ്ങനെ കൊണ്ടുപോവുകയായിരുന്നു. ഏകദേശം ഇപ്പം ആ ദൃശ്യങ്ങൾ തന്നെ കണ്ടറിയാം. അയാൾ കടന്നു വരുന്ന ദൃശ്യങ്ങൾ നാം വീണ്ടും കാണിക്കുന്നതായിരിക്കും. യാതൊരു ആശങ്കയും ആ കടന്നു വരുന്ന ദൃശ്യങ്ങളിലില്ല. അതുകൊണ്ട് തന്നെ അയാൾ വളരെ സാവധാനത്തിൽ കൊണ്ടുവന്ന കാറിന് പുറകിൽ ആ ബൈക്ക് നിർത്തുന്നു. ആ ബൈക്ക് സ്കൂട്ടർ നിർത്തിയ ശേഷം വളരെ സാവധാനത്തിൽ ഒരു ആശങ്കയോ ഒന്നുമില്ലാതെ അയാൾ പതുക്കെ ആ ബാങ്കിൻ്റെ ഡോറ് തുറക്കുകയാണ്. അകത്തേക്ക് കയറുകയാണ്. ഏകദേശം ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇപ്പോൾ റൂറൽ SP ഇവിടേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹത്തോട് സംബന്ധിച്ച വിശദാംശങ്ങൾ നമുക്ക് ചോദിച്ചറിയാം എന്ന് കരുതുന്നു. ഇപ്പോൾ റൂറൽ SP സ്ഥലം സന്ദർശിക്കാൻ എത്തുകയാണ്. അതായത് പട്ടാപ്പകൽ ഇത്തരമൊരു കവർച്ച ഒരു നഗരമധ്യം എന്ന് പറയുന്ന ദേശീയപാതയിൽ ഏറ്റവും അധികം ജനസാന്ദ്രതയുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് അറിയാവുന്ന വിവരങ്ങളെങ്കിലും ഒന്ന് പങ്കുവെച്ചു. അദ്ദേഹം റൂറൽ SP അദ്ദേഹം ബാങ്കിനുള്ളിലേക്ക് പോട്ട ഫെഡറൽ ബാങ്ക് ശാഖയിലാണ് ഈ കവർച്ച നടന്നിരിക്കുന്നത്. അവിടേക്ക് ഇപ്പോൾ റൂറൽ SP എത്തിയിരിക്കുന്നു. ജെയ്സൺ, തുടരാം. അതായത് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത രീതിയിൽ എന്നാൽ വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു കവർച്ചയാണ് എന്ന് നമുക്ക് കൃത്യമായി പറയേണ്ടി വരും. കാരണം ഒരു 2:10 അതായത് നട്ടുച്ചയ്ക്ക് ജനങ്ങൾ യാത്ര ചെയ്യുന്ന ഏറ്റവും അധികം ജനസാന്ദ്രതയുള്ള ചാലക്കുടി പ്രദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ് പോട്ട എന്ന് പറയുന്നത്. പോട്ട എന്ന പ്രദേശം എന്ന് പറയുന്ന സമീപത്തെല്ലാം കടകളുണ്ട്. അതുകൊണ്ട് തന്നെ നിരന്തരമായ ആളുകൾ സഞ്ചാരമുണ്ട്. ഈ പുതിയ ദേശീയപാതയുടെ സമാന്തരമായി പഴയ ദേശീയപാതയാണ് ഇത്. അതുകൊണ്ട് ആ പ്രദേശത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാങ്ക് ശാഖയാണ് ഈ പറയുന്ന ഫെഡറൽ ബാങ്കിൻ്റെ ശാഖ എന്ന് പറയുന്ന. ആ ഫെഡറൽ ബാങ്കിൻ്റെ ശാഖയിൽ 2:10 ഒരു കവർച്ച ചെയ്യാനായിട്ട് ഒരാൾ സ്കൂട്ടറിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഒരു ആശങ്കയും അയാളുടെ മുഖത്തുണ്ടാകുമെന്ന് തോന്നുന്നില്ല. അയാളുടെ ശരീരഭാഷയിലില്ല എന്ന് നമുക്കതിൽ നിന്ന് വളരെ വ്യക്തമാണ്. അത്തരത്തിൽ വളരെ സ്മൂത്തായി ഒരു സ്കൂട്ടർ കൊണ്ടുവന്ന് ഒരു കാറിന് പുറകിൽ വെക്കുന്നു. അതിനുശേഷം വളരെ ശാന്തമായി അയാൾ അകത്തേക്ക് കയറുന്നു. അകത്ത് കയറിയതിന് ശേഷമാണ് പിന്നീട് നടന്ന സംഭവങ്ങളെല്ലാം. അയാൾ കത്തി കാട്ടി ക്യാഷ് കൗണ്ടറിലുള്ള ആളുകൾ ഭീഷണിപ്പെടുത്തുന്നു. 2 പേരെ അയാൾ അതിനകത്ത് തന്നെയുള്ള ടോയ്ലറ്റിൽ പൂട്ടിയിടുന്നു. മൊത്തം 8 ജീവനക്കാരാണ് ഈ ബാങ്കിലുള്ളത്. അതിൽ 2 പേരെ ബാങ്കിൻ്റെ ടോയ്ലറ്റിൽ പൂട്ടിയിടുന്നു. അതിനുശേഷം ബാക്കിയുള്ളവരെ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തുന്നു. പലരും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ ക്യാഷ് കൗണ്ടറിൻ്റെ ചില്ലുകൾ അടിച്ചു തകർക്കുന്നു. അവിടെ ക്യാഷ് കൗണ്ടറിലുണ്ടായിരുന്ന പണം അയാൾ അപഹരിച്ച് വളരെ സുരക്ഷിതമായി അയാൾ മടങ്ങിപ്പോകുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ എത്ര പണം നഷ്ടപ്പെട്ടു എന്നെ സംബന്ധിച്ച് യാതൊരു വ്യക്തതയും ബാങ്കുകാർക്കുണ്ടായിരുന്നില്ല. ബാങ്കിന്റെ ട്രാൻസാക്ഷൻ നടക്കുകയും വൈകിട്ട് മാത്രമേ